നമുക്ക് ഈ കപ്പളത്തിൻ്റെ കാഴ്ചകളൂടെ ഒന്ന് കാണാം. നിറയെ കാ പിടിച്ചിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടിരുന്നത് റെഡ് ലേഡി കപ്പളത്തിൻ്റെ ഒരു കാഴ്ചയാണ്. അപ്പം അതിൻ്റെ കുഴിച്ചു വെക്കുന്ന സമയം തൊട്ട് ഇതിൻ്റെ വിളവ് വരെ എത്ര മാസം കൊണ്ട് ഇത് കായ്ക്കും, അതെങ്ങനെ കുഴിച്ചു വെക്കണം, എങ്ങനെ തടവെടുക്കണം, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ ഇത് നട്ട ആൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പം നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് നമുക്കിതിൻ്റെ വിവരങ്ങൾ അറിയുകയും ചെയ്യാം. ഇത് എത്ര മാസം കൊണ്ട് ഇതിൻ്റെ കായ പഴുത്ത് നമ്മുടെ കൈ കിട്ടും എന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ റെഡ് ലേഡി കപ്പളം കൃഷി ചെയ്തിരിക്കുന്ന നമ്മുടെ കർഷകനെ നമ്മുടെ അടുത്തുണ്ട്. അപ്പം കർഷകനോട് തന്നെ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കൃഷി രീതികളും ഒക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ ചോദിക്കുന്നത്, നമ്മളിത് റെഡ് ലേഡി കപ്പളം ഇത് കുഴിച്ചു വെക്കുമ്പോൾ നമ്മൾ ഇതിന്റെ തടവും കാര്യങ്ങളൊക്കെ എങ്ങനെയാ എടുക്കേണ്ടത്? തടം രണ്ടടി കുഴി എടുക്കുക ആദ്യമേ. എന്നിട്ട് കുമ്മായ ഇടുക. കുമ്മായ ഇട്ട് കഴിഞ്ഞ് കുറച്ച് പച്ചില കരിയിൽ ഇടുന്നതിന് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ചാണകവും പിന്നെ കോഴിവളം ഇതെല്ലാം കൂടെ ഇട്ട് കുറച്ച് മണ്ണിട്ടിട്ട് മൂടിയിട്ട് മണ്ണിട്ട് നിരപ്പാക്കി ഇടുക. എന്നിട്ട് റെഡ് കപ്പളം 1 മാസം 2 മാസമുള്ള നമ്മുടെ കിട്ടുന്ന തൈ എടുത്ത് അങ്ങോട്ട് വെക്കുക. നനച്ച് വളവിനനുസരിച്ച് കടലപ്പിണ്ണാക്കും പച്ചച്ചാണകവും പുളിപ്പിച്ച് ഒഴിക്കുക. അപ്പൊ എല്ലാ മാസവും വളം ചെയ്യണോ? അതോ എല്ലാ മാസവും ആദ്യമേ ചെയ്യണ്ട. ഇപ്പം സാധാരണ വലിയ കർഷകരൊക്കെ പറഞ്ഞ 10 ദിവസം കൂടുമ്പോൾ, അത് അവര് പറയുന്നത് 10 ദിവസം കൂടുമ്പോൾ കടലപ്പിണ്ണാക്കും ചാണകം കൂടെ പുളിപ്പിച്ച് ഒഴിക്കുകയാണ് അവർ പറയുന്നത്. ഞാനും ഏകദേശം 10 ദിവസം ഇല്ല, എന്തായാലും ഒരു മാസത്തെ 2 പ്രാവശ്യം. ഇതിപ്പോ ഏകദേശം നമുക്ക് ഈ കപ്പളം ഇതുപോലെ കായ്ച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര മാസത്തോളായി? ഈ കപ്പളം വെച്ചിട്ട് മാർച്ച് 15 വെച്ചാൽ ഏകദേശം 6 മാസം ആയി. 6 മാസം കൊണ്ട് ഇത്ര കായ്ച്ചു അല്ലെ? കസ്റ്റമർ 15 ഇതിനകത്ത് എത്ര മൂട് കപ്പളം നമ്മൾ വെച്ചിട്ടുണ്ട്? 24 മൂട്. അതും കൂടെ കൂട്ടി അവിടെ 24 മൂട് കപ്പളം ഉണ്ടല്ലേ? ഓക്കെ. ഇതിപ്പോ നമുക്ക് ഒരു 4 മാസം കൂടെ കഴിഞ്ഞാൽ ഇത് വിളവായിട്ട് കിട്ടുമോ? അതെനിക്ക് ആദ്യമത്തെ ആയതുകൊണ്ട് ഇത് അറിയില്ല. ആദ്യമായിട്ട് ചെയ്യുന്നോണ്ട് ഇതിന്റെ വളർച്ച എത്ര നാളുണ്ട്? ഏകദേശം നമുക്ക് നോക്കുമ്പോൾ 2 കിലോ 2.5 കിലോ കപ്പളം ഉണ്ട്. പഴുക്കുമെന്ന് എനിക്കറിയില്ല. ഏകദേശം വിളവ് ആകാറായ കപ്പളം ആയിരിക്കും. ഒരു 3 മാസം കൊണ്ട് കഴിഞ്ഞാൽ വിളവ് കിട്ടുമായിരിക്കും. കപ്പളത്തിന്റെ ഇതെനിക്കറിയില്ല, നമുക്ക് ആയാലും അറിയാം. ആദ്യമായിട്ട് നമ്മൾ 6 മാസം കൊണ്ട് കപ്പളം കപ്പളം കായ്ച്ചു. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇത് അദ്ദേഹം പറയുന്നത്, നമ്മൾ ഈ കപ്പളം തൈ വെച്ചിട്ട് ഏകദേശം 6 മാസം ആയപ്പം തന്നെ നമുക്ക് ഇതുപോലെ കപ്പളങ്ങ നല്ലോണം കായ്ച്ചു കിടക്കാൻ. ഇതിപ്പോ കണ്ടോ, നമ്മുടെയൊക്കെ പൊക്കത്തിനേക്കാളും ഒരു 8 അടി പൊക്കത്തിന് മേളിൽ ഈ കപ്പളം വളർന്നിട്ടുള്ളൂ. അന്നേരം തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് 1.5 അടി പൊക്കത്തിൽ നിന്ന് തന്നെ അതിലെല്ലാം കായുമായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വിളവെടുക്കാനും ഒക്കെ എളുപ്പമാണ്. അപ്പം ഇതൊരു നല്ല കൃഷിയാണ് കപ്പള കൃഷി. ഇതിപ്പോ മാർക്കറ്റിൽ നമുക്ക് കിലോ എന്നാ വില കാണും? മാർക്കറ്റ് പഴയ ആൾക്കാർ 25 കിട്ടും, 40 രൂപയ്ക്ക് വിൽക്കുന്നൊക്കെ നമുക്ക് വേണം നേരിട്ട് വിറ്റാൽ 10, 40, 50 പല സ്ഥലങ്ങളിൽ നമ്മൾ തന്നെ വെച്ച് എടുക്കുന്ന ഒരു കപ്പളമായതുകൊണ്ട് നമുക്ക് അയൽപക്കത്തെ തകണയിലും കൊടുക്കാം, ആൾക്കാർക്ക് കൊടുക്കാം, ആൾക്കാരപ്പം മേടിക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെയുള്ള കൃഷി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ കൃഷി വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.